ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സൈക്കോളജിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ പാർട്ട് 3 ആണ്. കഴിഞ്ഞതിന് നമ്മൾ UPSCയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിരുന്നു. 10 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് കാണാത്തവർ അതും കൂടെ കാണാം. ഇന്ന് നമ്മൾ നോക്കുന്നത് കേട്ടറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കാറ്റഗറി 1 ഫെബ്രുവരി 2020 ക്വസ്റ്റ്യനാണ്. കേട്ടറ്റിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. കാറ്റഗറി 1 ആണ്. ഫെബ്രുവരി 2020 നടന്ന എക്സാമിൻ്റെ. നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കുട്ടിയുടെ പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? കുട്ടിയുടെ പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻസ് നോക്കിക്കോ. പഠിതാവിൻ്റെ സന്നദ്ധത, പഠിതാവിൻ്റെ അഭിപ്രേരണ, പഠിതാവിൻ്റെ പരിപക്വത, മുകളിൽ പറഞ്ഞവയെല്ലാം. ഏതാണ് വരിക? കുട്ടിയുടെ പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാ? പഠിതാവിൻ്റെ സന്നദ്ധത അല്ലേ, പഠിതാവിൻ്റെ അഭിപ്രേരണ, പഠിതാവിൻ്റെ പരിപക്വത. ഇത് മൂന്നും എന്താണ്? സ്വാധീനിക്കുന്ന ഘടകം അല്ലേ? സന്നദ്ധതയും അഭിപ്രേരണയും പരിപക്വതയും ഒക്കെ എന്താണ്? കുട്ടിയുടെ പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? മുകളിൽ പറഞ്ഞവ എല്ലാം. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. ഞാൻ ഓപ്ഷൻസ് മുഴുവൻ വായിക്കാറില്ല, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നതുകൊണ്ട്. പക്ഷേ ഇവിടെ ആൻസർ എന്താണ്? സന്നദ്ധതയും അഭിപ്രായവും പരിപക്വതയും എല്ലാം മുഴുവൻ വരുന്നത് കൊണ്ടാണ് ഞാൻ ഓപ്ഷൻസ് മുഴുവൻ വായിച്ചത് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മറവിയുമായി ബന്ധപ്പെട്ട വക്രം ആരുടെ സംഭാവനയാണ്? മറവിയുമായി ബന്ധപ്പെട്ട വക്രം ആരുടെ സംഭാവനയാണ്? മറവി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാലേ, എബിങ്കോ അല്ലേ? മറവിയുമായിട്ട് ബന്ധപ്പെട്ട വക്രം ആരുടെ സംഭാവനയാണ്? മറവി ആരുടേതാണ്? എബിങ്കോ. മറവി എബിങ്കോ. മറവി എന്ന ഭാഗത്ത് നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമേ നോക്കാനുള്ളൂ. മറവി എബിങ്കോ ആണെന്ന് ഓർത്ത് വെക്കുക. പിന്നെ എന്താണ് മറവി? നമ്മുടെ ബോധമണ്ഡലത്തിലേക്ക് നേരത്തെ ആർജിച്ചതോ പരിചയപ്പെട്ടതോ ആയ വസ്തുക്കളെ തിരികെ കൊണ്ടുവരാൻ കഴിയാത്ത അവസ്ഥയാണ് മറവി. ഇത് സാധാരണ നമ്മളൊരു കാര്യം മറന്നു എന്ന് പറയില്ലേ, അതന്നെ. നമ്മുടെ ബോധമണ്ഡലത്തിലേക്ക് നേരത്തെ ആർജിച്ചതോ പരിചയപ്പെട്ടതോ ആയ വസ്തുക്കളെ തിരികെ കൊണ്ടുവരാൻ കഴിയാത്ത ഒരു അവസ്ഥ, അതാണ് മറവി. മറവിയെക്കുറിച്ചിട്ട് 3 സിദ്ധാന്തങ്ങൾ പറയുന്നുണ്ട്. നിരുപയോഗ സിദ്ധാന്തം. എന്താണ്? 3 തിയറീസാണ്. നിരുപയോഗ സിദ്ധാന്തം, പ്രതിപ്രവർത്തിത സിദ്ധാന്തം, ദമന സിദ്ധാന്തം. നിരുപയോഗ സിദ്ധാന്തം, പ്രതിപ്രവർത്തിത സിദ്ധാന്തം, ദമന സിദ്ധാന്തം. അത് ജസ്റ്റ് ആ പേര് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അതെന്താണെന്നൊന്നും കാര്യമായിട്ടൊന്നും പഠിക്കേണ്ട, എന്നാൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. എന്താണ് നിരുപയോഗ സിദ്ധാന്തം? പഠിച്ചത് ആവർത്തിക്കാതിരുന്നാൽ കാലക്രമേണ മറവി സംഭവിക്കുന്നു. പഠിച്ചത് ആവർത്തിക്കാതിരുന്നാൽ കാലക്രമേണ മറവി സംഭവിക്കുന്നു. അതാണ് നിരുപയോഗ സിദ്ധാന്തം. എന്നാൽ പ്രതിപ്രവർത്തിത സിദ്ധാന്തം, പ്രതിപ്രവർത്തിത സിദ്ധാന്തം എന്താണ്? പഠനഫലങ്ങൾ പരസ്പരം പ്രതിവർത്തിക്കുന്നതും ഇടകലരുന്നതുമായ മറവിയാണ് സംഭവിക്കുന്നത്. പഠനഫലങ്ങൾ പരസ്പരം പ്രതിവർത്തിക്കുന്നതും ഇടകലരുന്നതും കൊണ്ടാണ് മറവി സംഭവിക്കുന്നത്. നെക്സ്റ്റ് ദമന സിദ്ധാന്തം. എന്താണ് ദമന സിദ്ധാന്തം? അസംതൃപ്തമായതിനെ മറക്കാനുള്ള അബോധാത്മകമായ ഒരു മാനസിക പ്രക്രിയയാണ് ദമനം. അതായത് സംതൃപ്തി നൽകാത്തതിനെ മറക്കാനുള്ള അബോധാത്മകമായ ഒരു മാനസിക പ്രക്രിയയാണ് ദമന സിദ്ധാന്തം. അപ്പോൾ നമ്മൾ 3 തിയറീസ് പറഞ്ഞു. മറവി എപ്പിക്കോ ആണെന്ന് പറഞ്ഞു. 3 തിയറീസ്: നിരുപയോഗ സിദ്ധാന്തം, പ്രതിവർത്തിത സിദ്ധാന്തം, ദമന സിദ്ധാന്തം. നെക്സ്റ്റ് ഇന്നത്തെ 3ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ മൗലിക അവകാശമായി വിദ്യാഭ്യാസം മാറിയത് നമ്മുടെ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? 6 മുതൽ 14 വയസ്സ് പ്രായമുള്ള കുട്ടികളുടെ മൗലിക അവകാശമായി വിദ്യാഭ്യാസം മാറിയത് നമ്മുടെ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ഏതാണ്? RTE, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, അതായത് വിദ്യാഭ്യാസ അവകാശ നിയമം ഏതാണ്? ആർട്ടിക്കിൾ 21A. ഓപ്ഷൻ എ
ആർട്ടിക്കിൾ 21A ആണ് എന്ത് കുട്ടികളുടെ മൗലിക അവകാശമായിട്ട് വിദ്യാഭ്യാസം മാറിയത്. നെക്സ്റ്റ് 4ാമത്തെ ക്വസ്റ്റ്യൻ, ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് പഠിക്കുന്ന വിദ്യാലയത്തിൽ ആൺകുട്ടികളെ കൊണ്ട് മാത്രം അസംബ്ലി സംഘടിപ്പിക്കുന്നത് എന്തിനുള്ള ഉദാഹരണമാണ്? ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് പഠിക്കുന്ന വിദ്യാലയത്തിൽ ആൺകുട്ടികളെ കൊണ്ട് മാത്രം അസംബ്ലി സംഘടിപ്പിക്കുന്നത് ഏതിനുള്ള ഉദാഹരണമാണ്? അതായത് ആൺകുട്ടികൾക്ക് മാത്രം അസംബ്ലി സംഘടിപ്പിക്കാനുള്ള ഒരു അവസരം കൊടുക്കുക അല്ലേ? അത് ഏതിനുള്ള ഉദാഹരണമാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ സി ലിംഗവിവേചനം. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ലിംഗവിവേചനമാണ് ഇവിടെ കാണിക്കുന്നത് അല്ലേ? അതായത് പെൺകുട്ടികൾക്ക് അവസരം കൊടുക്കാതെ ആൺകുട്ടികളെ കൊണ്ട് മാത്രമാണ് അസംബ്ലി സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ജെൻഡറിനോട് മാത്രം താല്പര്യം കാണിക്കുന്നു, ബാക്കിയുള്ളവരെ ഒഴിവാക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ വന്നത്. ഒരു ജെൻഡറിനോട് മാത്രം താല്പര്യം കാണിക്കുകയും ബാക്കിയുള്ളവരെ ഒഴിവാക്കുകയും ചെയ്യുന്നു. അതാണ് ലിംഗവിവേചനം. ജെൻഡർ ബയാസ് എന്താണ്? ഒരു ജെൻഡറിനോട് പ്രത്യേക താല്പര്യം അല്ലെങ്കിൽ പരിഗണന കൊടുക്കുന്നത്. ബാക്കിയുള്ളവരെയൊക്കെ ബാക്കിയുള്ളവരെക്കാളും കുറച്ച് കൂടുതൽ, പക്ഷേ എന്നാലും ആരെ പരിഗണിക്കുന്നുണ്ട്? അവരെയും കൂടി പരിഗണിക്കുന്നുണ്ട്. എന്നാലും ഒരു ജെൻഡറിനോട് പ്രത്യേക താല്പര്യം കാണിക്കുന്നു, ബാക്കിയുള്ളവരെക്കാളും കുറച്ച് കൂടുതൽ എന്ന് മാത്രം. അതാണ് ജെൻഡർ ബയാസ്. എന്നാൽ നമ്മൾ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ പറഞ്ഞ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ തമ്മിലുള്ള വ്യത്യാസം എന്താ? ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുമ്പോൾ അവിടെ വിവേചനം മൊത്തമായിട്ട് കാണിക്കുന്നു. അതായത് ഒരു ജെൻഡറിനോട് മാത്രമേ താല്പര്യം കാണിക്കുള്ളൂ, മറ്റേത് മുഴുവനായിട്ട് ഒഴിവാക്കുന്നു. അപ്പോൾ ജെൻഡർ ബയാസ് ആണെങ്കിൽ ഒരു ജെൻഡറിനോട് പ്രത്യേക താല്പര്യം അല്ലെങ്കിൽ പരിഗണന കാണിക്കുന്നുണ്ട്, അതായത് മറ്റുള്ളവരെക്കാളും കുറച്ച് കൂടുതൽ എന്ന് മാത്രം. അതാണ് ഡിഫറൻസ് കേട്ടോ, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നഖം കടിക്കൽ, തലച്ചൊറിയൽ, അക്രമാസക്തി, ഒളിച്ചോട്ടം എന്നിവ ലോവർ പ്രൈമറി ക്ലാസ്സിലെ ഒരു കുട്ടി സ്ഥിരമായി പ്രകടിപ്പിക്കുന്ന ചില സ്വഭാവങ്ങളാണ്. അവൻ ഒരു എന്താണ്? അതായത് നഖം കടിക്കൽ, തലച്ചൊറിയൽ, അക്രമാസക്തി, ഒളിച്ചോട്ടം എന്നിവ ലോവർ പ്രൈമറി അതായത് LP ക്ലാസ്സിലെ ഒരു കുട്ടി സ്ഥിരമായിട്ട് പ്രകടിപ്പിക്കുന്ന ചില സ്വഭാവങ്ങളാണ്. അവൻ ഒരു ഏത് തരത്തിലുള്ള കുട്ടിയാണ്? അവൻ ഒരു അപസമായോജനമുള്ള കുട്ടിയാണ്. അതായത് മാൽ അഡ്ജസ്റ്റ്മെൻറ്റ്. എന്താണ് മാൽ അഡ്ജസ്റ്റ്മെൻറ്റ്? ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിത സാഹചര്യവുമായി പൊരുത്തപ്പെടാൻ കഴിയാത്ത അവസ്ഥയെയാണ് അപസമായോജനം എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിത സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിയാത്ത അവസ്ഥയാണ് അപസമായോജനം എന്ന് പറയുന്നത്. അതായത് വ്യക്തിയും അയാളുടെ പരിസ്ഥിതിയും തമ്മിലുള്ള ഇണക്കക്കുറവാണ് മാൽ അഡ്ജസ്റ്റ്മെൻറ്റ്. മാനസിക സംഘർഷം, മാനസിക പിരിമുറുക്കം ഇതൊക്കെ എന്താണ്? അപസമായോജനത്തിൽ വരുന്നതാണ്. അപ്പോൾ അപസമായോജനത്തിന് നിരവധി കാരണങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ശാരീരിക കാരണങ്ങളുണ്ട്, കുടുംബ സാഹചര്യങ്ങൾ, അസ്വീകരണം. അതായത് ചില മാതാപിതാക്കൾ കുട്ടികളെ എന്താക്കും? ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാതെ അവരെ അവഗണിക്കുന്നു. അതാണ് അസ്വീകരണം. അതിരക്ഷണം. മാതാപിതാക്കൾ വളരെ ലാളിച്ച് വളർത്തുക അല്ലേ? അതിരക്ഷണം. മാതൃപിതൃ ബന്ധം, ആത്മപരത. മക്കളെ എല്ലാവരെയും ഒരുപോലെ കാണാത്തത്, ദാരിദ്ര്യം, സഹോദരങ്ങൾ തമ്മിലുള്ള കലഹം, ഗൃഹശിക്ഷണം, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് മാൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു LP ക്ലാസ്സിലെ കുട്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ക്ലാസ്സിൽ കാണിക്കുമ്പോൾ അവരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപസമായോജനമുള്ള ഒരു കുട്ടിയാണ്, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന കുട്ടിയായിരിക്കും. നെക്സ്റ്റ് 6ാമത്തെ ക്വസ്റ്റ്യൻ. വൈഗോട്സ്കിയുടെ അഭിപ്രായത്തിൽ കുട്ടികളുടെ വികാസവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? വൈഗോട്സ്കി ആരാണ്? വൈഗോട്സ്കിയുടെ അഭിപ്രായത്തിൽ കുട്ടികളുടെ വികാസവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഓപ്ഷനിൽ തന്നിരിക്കുന്നതിൽ ഏതാണ്?
കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് പറഞ്ഞിരുന്നു അല്ലേ, വൈഗോട്സ്കി ഭാഷാ അധ്യാപകനാണ്. അതുപോലെ തന്നെ സാമൂഹിക സാംസ്കാരിക പ്രക്രിയയായിട്ടാണ് പഠനത്തെ കാണുന്നത്. സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദമാണ്, അതായത് സഹകരണാത്മക പഠനം, സംവാദാത്മക പഠനം, സഹവർത്തിത പഠനം എന്നിവയ്ക്കാണ് ഊന്നൽ നൽകുന്നത്. വായനാശേഷി വികസനവുമായിട്ട് ബന്ധപ്പെട്ട് വൈഗോട്സ്കി വികസിപ്പിച്ചെടുത്ത ഒരു രീതിയാണ് റെസിപ്രോക്കൽ ടീച്ചിങ്, പ്രതിക്രിയാധ്യാപനം. അപ്പോൾ ഇവിടെ എന്താണ് വരിക? ഓപ്ഷനിൽ നോക്കിയേ. കുട്ടിയുടെ വികാസം ആദ്യം സമൂഹ തലത്തിലും പിന്നീട് വ്യക്തിതലത്തിലും സംഭവിക്കുന്നു. കുട്ടിയുടെ വികാസം ആദ്യം സാമൂഹ്യ തലത്തിലും പിന്നീട് വ്യക്തിതലത്തിലും സംഭവിക്കുന്നു. ഓപ്ഷൻ ബി ആണ്. അതായത് വികാസം ആദ്യം എവിടെയാണ് നടക്കുന്നത്? സാമൂഹ്യ തലത്തിൽ, എന്നിട്ടേ വ്യക്തിയിൽ നടക്കുന്നുള്ളൂ. അപ്പോൾ വൈഗോട്സ്കി പ്രാധാന്യം നൽകിയത് സാമൂഹ്യ സാംസ്കാരിക പ്രക്രിയക്കാണ് അല്ലേ. അപ്പോൾ ആദ്യം സമൂഹത്തിനാണ്. നെക്സ്റ്റ് 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കുട്ടികളിലെ വിവ്രജന ചിന്താശേഷി വളർത്തുവാൻ ഉതകാത്ത ചോദ്യം ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ കുട്ടികളിലെ വിവ്രജന ചിന്താശേഷി വളർത്തുവാൻ ഉതകാത്ത ചോദ്യം ഏതാണ്? ഓപ്ഷൻസ് ഏതൊക്കെയാ നോക്കാം. വനം കൊണ്ടുള്ള വ്യത്യസ്ത ഉപയോഗങ്ങൾ എന്തെല്ലാം? വനം കൊണ്ടുള്ള വ്യത്യസ്ത ഉപയോഗങ്ങൾ എന്തെല്ലാം? ന്യൂസ് പേപ്പറിൻ്റെ ഉപയോഗങ്ങൾ എന്തെല്ലാം? സസ്യങ്ങൾ ഓക്സിജൻ ഉൽപ്പാദനം നിർത്തിയാൽ എന്ത് സംഭവിക്കും? റേഡിയോ കണ്ടുപിടിച്ചത് ആര്? അപ്പോൾ ഇതിൽ ഏതാണ് വിവ്രജന ചിന്താശേഷി വളർത്തുവാൻ ഉതകാത്ത ചോദ്യം എന്നാണ് ചോദിക്കുന്നത്? ഉതകാത്ത ചോദ്യം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വിവ്രജന ചിന്ത, ഡൈവേർജന്റ് തിങ്കിങ്. ഓപ്ഷൻ ഡി, റേഡിയോ കണ്ടുപിടിച്ചത് ആര് എന്നാണ് ആൻസർ വരുന്നത് അല്ലേ. ഇവിടെ വിവ്രജന ചിന്താശേഷി വളർത്താൻ ഉതകാത്ത ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ എന്താണ്? ചിന്താശേഷി വളർത്തുന്നുണ്ട്. അതുകൊണ്ട് ആൻസർ ഏതാണ്? റേഡിയോ കണ്ടുപിടിച്ചത് ആര് എന്നാണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കുട്ടികളിലെ സംസാരിക്കുവാനും എഴുതുവാനുമുള്ള കഴിവ് വർദ്ധിപ്പിക്കുവാനായി ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക കുട്ടികളിലെ സംസാരിക്കുവാനും എഴുതുവാനുമുള്ള കഴിവ് വർദ്ധിപ്പിക്കുവാനായിട്ട് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക കുട്ടികളെ, ഈ ഓപ്ഷനിൽ നോക്കാം. ഏതൊക്കെയാണ് വരുന്നത്? കഥ പറച്ചിലിൽ പങ്കെടുപ്പിക്കുന്നു, റെക്കോർഡ് ചെയ്ത നാടകങ്ങൾ കേൾപ്പിക്കുന്നു, സ്വതന്ത്ര സംഭാഷണത്തിന് അവസരം നൽകുന്നു. മുകളിൽ പറഞ്ഞവയെല്ലാം ഏതൊക്കെയാ? കഥ പറച്ചിലിൽ പങ്കെടുപ്പിക്കുന്നു, റെക്കോർഡ് ചെയ്ത നാടകങ്ങൾ കേൾപ്പിക്കുന്നു, സ്വതന്ത്ര സംഭാഷണത്തിന് അവസരം നൽകുന്നു, മുകളിൽ പറഞ്ഞവയെല്ലാം. അപ്പോൾ ഇവിടെ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. കഥ പറച്ചിലിൽ പങ്കെടുപ്പിക്കുന്നത് അല്ലേ, റെക്കോർഡ് ചെയ്ത നാടകങ്ങൾ കേൾപ്പിക്കുന്നത്, സ്വതന്ത്ര സംഭാഷണത്തിന് അവസരം നൽകുന്നത് ഒക്കെ എന്താണ്? കുട്ടികളിലെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുവാനും എഴുതുവാനും ഒക്കെയുള്ള കഴിവ് വർദ്ധിപ്പിക്കാൻ തന്നെയാണല്ലേ. ഇത്തരത്തിലുള്ള ക്ലാസ് റൂം പ്രവർത്തനങ്ങളൊക്കെ കുട്ടികളിലെ സർഗ്ഗശേഷി വളർത്താനും സംസാരിക്കുവാനും എഴുതുവാനും ഒക്കെയുള്ള കഴിവ് വർദ്ധിപ്പിക്കുന്നതായിട്ട് കാണാം അല്ലേ. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. നെക്സ്റ്റ് 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കുട്ടിയുടെ വികസനത്തെ സ്വാധീനിക്കുന്ന പാരിസ്ഥിതിക ഘടകങ്ങളിൽ പെടാത്തത് ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ കുട്ടിയുടെ വികസനത്തെ സ്വാധീനിക്കുന്ന പാരിസ്ഥിതിക ഘടകങ്ങളിൽ പെടാത്തത് ഏത്? ഇവിടെ ഘടകങ്ങളിൽ പെടാത്തത് ഏതാണെന്ന് ചോദിക്കുന്നത് കേട്ടോ. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം. ഓപ്ഷൻസ് നോക്കാം. സമസംഘങ്ങൾ, പാരമ്പര്യ വിശ്വാസങ്ങൾ, ക്രോമസോമുകൾ, സമൂഹം. സമസംഘങ്ങൾ, പാരമ്പര്യ വിശ്വാസങ്ങൾ, ക്രോമസോമുകൾ, സമൂഹം. ഇതിലെ കുട്ടിയുടെ വികസനത്തെ സ്വാധീനിക്കുന്ന പാരിസ്ഥിതിക ഘടകങ്ങളിൽ പെടാത്തത് ഏതാണെന്ന് പറയുന്നത്. അപ്പോൾ സമസംഘങ്ങൾ, പാരമ്പര്യ വിശ്വാസങ്ങൾ, സമൂഹം, ഇത് മൂന്നും എന്താണ്? വികസനത്തെ സ്വാധീനിക്കുന്ന പാരിസ്ഥിതിക ഘടകങ്ങളിൽ പെടുന്നതാണ് അല്ലേ. ഇതൊക്കെ വികസനത്തെ സ്വാധീനിക്കുന്ന പാരിസ്ഥിതിക ഘടകങ്ങളാണ്. എന്നാൽ ഓപ്ഷൻ സി, ക്രോമസോമുകളാണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്.
ഓപ്ഷൻ സി ക്രോമസോമുകൾ ആണ് കുട്ടിയുടെ വികസനത്തെ സ്വാധീനിക്കുന്ന പാരിസ്ഥിതിക ഘടകങ്ങളിൽ പെടാത്തത്. നെക്സ്റ്റ് 10ാമത്തെ ക്വസ്റ്റ്യൻ, അതായത് ഇന്നത്തെ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ കുട്ടിയുടെ ഭാഷാ വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകം ഏത്? താഴെ പറയുന്നവയിൽ കുട്ടിയുടെ ഭാഷാ വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. കുടുംബാന്തരീക്ഷം, കുട്ടിയുടെ മാനസിക വികാസം, കുട്ടിയുടെ പക്വതാക്രമം, മുകളിൽ പറഞ്ഞവ എല്ലാം. കുടുംബാന്തരീക്ഷം, കുട്ടിയുടെ മാനസിക വികാസം, കുട്ടിയുടെ പക്വതാക്രമം, മുകളിൽ പറഞ്ഞവ എല്ലാം. ക്വസ്റ്റ്യൻ എന്താണ്? കുട്ടിയുടെ ഭാഷാ വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ കുട്ടിയുടെ ഭാഷാ വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ് കുടുംബാന്തരീക്ഷം അല്ലേ? കുട്ടിയുടെ മാനസിക വികാസം, പക്വതാക്രമം ഒക്കെ എന്താണ്? കുട്ടിയുടെ ഭാഷാ വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. അതായത് കുട്ടിയുടെ ഭാഷാ വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് കുടുംബാന്തരീക്ഷം, കുട്ടിയുടെ മാനസിക വികാസം, കുട്ടിയുടെ പക്വതാക്രമം. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇവിടെ കഴിഞ്ഞു. നമ്മൾ ഇന്ന് നോക്കിയത് കേട്ടിട്ട് കാറ്റഗറി 1 ഫെബ്രുവരി 2020 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ഒരു 20 ക്വസ്റ്റ്യൻസോളം ഉണ്ട്. അത് നമ്മൾ പാർട്ടായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, കൂടെ തന്നെ പറഞ്ഞ് പോവുക. ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇനി മുതൽ അങ്ങോട്ട് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക. അപ്പം നാളെ ഒരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ക്ലാസ്സുകളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ തരുന്ന ഒരു റെസ്പോണ്ടിനനുസരിച്ച് എനിക്കും മുമ്പോട്ടേക്ക് വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് ചെയ്യാത്തവർ എന്തെങ്കിലും ഡൗട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് ചോദിക്കുക. അപ്പോൾ നെക്സ്റ്റ് ഒരു നല്ല ക്ലാസ്സായിട്ട് കാണാം. ബൈ. താങ്ക് യു.